സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഹൈദരുടെ തൂക്കിക്കൊല്ലൽ വിധി നീട്ടാനുള്ള കാരണമെന്താണ്? എ. കേസ് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട്, കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച കയറിലെ പാളിച്ച കൊണ്ട്, ഉപരാഷ്ട്രപതി മരിച്ചതുകൊണ്ട്. അത് സിനിമയിലെ ഒരു വലിയൊരു ഹൈലൈറ്റ് രംഗമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റും. ഉപരാഷ്ട്രപതി മരിച്ചതാണ്. സി. ഉപരാഷ്ട്രപതി മരിച്ചതുകൊണ്ട്. അതെ, ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കും. അവനെ പൂട്ടിയോടെ വെച്ചോ, അവിടെ വരിഞ്ചു മുറുക്കട്ടെ. അവനെ വരിച്ചു മുറുക്കി വെച്ചോ. വരിഞ്ചു മുറുക്കി. ഓക്കെ. സിനിമ എത്രണ്ണം? ഞാൻ സിനിമ ആദ്യം ചെയ്ത് ഭഗവതിപുരാണെങ്കിലും എൻ്റെ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് സൂസു സുദ്യോആത്മിക. സൂസു. അത് മുകേഷനും ജയസൂര്യയൊക്കെ അഭിനയിച്ച നല്ലൊരു ഫിലിം. അതിൽ ഞാൻ മുകേഷന്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പൊ ഈ ഡ്രൈവർ എന്ന് പറയുന്നത് വലിയ റിസ്ക് പിടിച്ച പണിയാണ്. കാരണം വണ്ടി അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. കാരണം ഈ വണ്ടി ഓടിക്കുന്ന ഒരു കഥ എൻ്റെ പണ്ടത്തെ ഒരു കഥയുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ ചെന്നൈയിൽ നിന്ന് പണ്ടൊരു MSL കാറ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ അതും ഇങ്ങനെ ഉരുട്ടിപ്പടിക്കുന്ന കാലമാണ്. അപ്പം എൻ്റെ റോട്ടിൽ കൂടെ ഒരു ചെറിയ ഒരു വാഹനം, അതായത് ചെറിയൊരു ബസ് പോകുന്നുണ്ട്. അപ്പം ഈ ബസ്സിൻ്റെ ടൈം നോക്കിയിട്ടാണ് ഞാൻ ഈ കാർ എടുക്കുള്ളൂ. കാരണം ആ ബസ്സിന് സൈഡ് കൊടുക്കേണ്ടതും ആ പേടി കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാറ്. അപ്പം ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ കാർ എടുത്ത് ഞാൻ ഞങ്ങളുടെ KC മൂല എന്ന് പറഞ്ഞൊരു മൂലയുണ്ട്, ആ മൂലയിലേക്ക് ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരലും പെട്ടെന്ന് സമയം മാറി ഈ ബസ് അങ്ങോട്ട് ശരിക്കും വളഞ്ഞങ്ങോട്ട് നിന്നു. ഒരു ചെറിയൊരു കയറ്റമാണ്. ഞാൻ എൻ്റെ വണ്ടി അവിടെ ചവിട്ടി നിർത്തി. പിന്നെ എത്ര ഇത് ചെയ്തിട്ടും എനിക്ക് വണ്ടി അങ്ങോട്ട് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ അവിടുന്ന് ബസ്സിലെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു, എടുത്തോണ്ട് പോടോ, എന്തൊട്ട് തേങ്ങടോ കൊണ്ടെടുക്കണത്. ഞാൻ എന്ത് ചെയ്തു, ആ ചാവി അതുമ്മ വെച്ചിട്ട് ഡോർ തുറന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ വണ്ടി മാറ്റിയിട്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നോക്കുക വണ്ടി എന്തിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്ത് മാറ്റിയിട്ടതിന് ശേഷമാണ് ബസ് പോയി. പിന്നെ ഞാൻ വണ്ടി എടുത്തു കൊണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ആ സൂസു സുധിയിൽ ഈ ഇന്നോവ ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ മുകേഷ് ഏട്ടൻ പറയാം, ജോഷി ഒരു കാര്യം ചെയ്യ്, ടെൻഷനാണ് ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ട് വയ്ക്കുക, പിന്നെ ഫസ്റ്റ് ഗിയർ ഇടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ശരിക്കും എന്നെ അന്ന് കൊല വിളിച്ചിട്ടുണ്ട് അതിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ രഞ്ജിത്ത് സാറ് ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എന്നെ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ വീണ്ടും വിജയരാഘവൻ സാറിൻ്റെ ഡ്രൈവറായിട്ട് വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എന്റെ പൊന്നു സാറ് എന്താണ് എന്നെ വീണ്ടും ഈ ഡ്രൈവറായിട്ട് വിളിക്കുന്നത്? ഞാനിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. കാരണം ഒരു കഥ മുഴുവൻ, ആ ഒരു റൗണ്ട് മുഴുവൻ ഈ വണ്ടിയിലിട്ട് നടക്കണം. പറഞ്ഞു, സാറേ ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ജോഷിക്ക് പറ്റില്ല, എനിക്ക് സത്യം പറഞ്ഞത് പറ്റില്ല കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി ആട്ടിയിട്ടാണ് ആ സീൻ എടുത്തത്. എൻ്റെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഒരു വെച്ചിട്ട് ഷോട്ട് എടുത്തു. അപ്പൊ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാല്. ഇപ്പോഴും വണ്ടി ഓടിക്കാൻ പേടി? ഇപ്പൊ വണ്ടി ഞാൻ ഓടിക്കും. ഇപ്പൊ വരുന്ന വേഷവും ഇല്ല. ഇപ്പൊ അതായത് വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോ ആ വേഷം വരുന്നില്ല. അതാണ് വണ്ടി, കള്ളവണ്ടി ആയിരിക്കും. അതിന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഷിൻഡോനെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. കാരണം അങ്ങനെ ഒരു വേഷം എനിക്ക് വിളിച്ചു തന്നില്ല. അതെ. അപ്പോ സി, ഉപരാഷ്ട്രപതി മരിച്ചതുകൊണ്ട്. അതെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം എടുത്തോളൂ. ജനാർദ്ദനൻ ചെയ്ത പോലീസ് കഥാപാത്രത്തിന് തനിക്കിനി എത്ര വർഷം കൂടെ ജോലിയിൽ തുടരാം എന്നാണ് പറയുന്നത്? എ 3, ബി 2, സി 1. ഓ എന്നാ ഞാൻ പറയാം 1. സി 1. ഞാൻ എടുത്തങ്ങ് പൂട്ടിച്ചോ, അവിടെ പൂട്ടിയിരിക്കട്ടെ. അല്ല, ഈ ജനാർദ്ദൻ ചേട്ടൻ്റെ എന്തെങ്കിലും ഒരു ഡയലോഗ്? ഞാനങ്ങനെ ശരിക്കും ജനാർദ്ദൻ്റെ ഞാൻ അങ്ങനെ അനുകരിക്കാറില്ല. പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ ഞാനങ്ങനെ ഇത് ചെയ്തത് മാത്രമാണ്. കാരണം ഓ നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള. അതെ ഞാനങ്ങനെ അത് പറഞ്ഞ് ഇത് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിരുന്നു. ഈ സ്റ്റേജിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ അറിഞ്ഞൂടാതെ ചെയ്തെന്തെങ്കിലും? അതെ ചില ഞാന് പണ്ട് ഈ ഡൂപ്പുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഡൂപ്പുകൾ തുടങ്ങിയത് തോന്നുന്നു ജഗപൊക എന്ന് പറഞ്ഞാണ് ഡൂപ്പുകൾ തുടങ്ങിയത്. ആ ജഗപൊകയിൽ ഞാൻ ജഗദീഷിന്റെ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. ജഗദീഷായിട്ട് ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ സ്റ്റേജിന്റെ ബാക്കിൽ അന്ന് ഫിഗർ ചെയ്യാൻ ഓരോരോ ആൾക്കാർ ഉണ്ടാവും. അന്ന് എനിക്ക് തോന്നുന്നത് ദിലീപേട്ടൻ സ്റ്റാറായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ സല്ലാപം എന്ന സിനിമയിലൂടെ പ്രസിദ്ധനായിട്ടുള്ള മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള താരം ദിലീപ് എന്ന് പറയുമ്പോൾ ദിലീപിന്റെ ഡൂപ്പായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഫ്രണ്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡൂപ്പായി നിൽക്കുന്ന ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു താരമുണ്ട്. അപ്പോൾ ആളവിടെ പഴമൊക്കെ വെട്ടി വെച്ചേക്കാണ്. ഒരു പഴം വെട്ടി വെച്ചിട്ട് അത് ആ ദിലീപ് എന്ന് പറഞ്ഞ വെച്ചാൽ ആ വായിൽ വെച്ച് കവളൊക്കെ നിർത്തി വീർപ്പിച്ചിട്ട് സ്റ്റേജിലേക്ക് ചെല്ലും. പ്രോഗ്രാം അവിടുത്തെ ഫ്രണ്ടിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വന്നപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഒരു പഴം അവിടെ ഇരിക്കുന്നു. അതെടുത്ത് അവൻ തിന്നു. അപ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഫിഗർ ഷോയാണ്. ഫിഗറിൽ സല്ലാപം എന്ന സിനിമയിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ദിലീപ് എന്ന് പറയുമ്പോൾ ഇവൻ ഓടി നടക്കാൻ എവിടെ എവിടെ എവിടെ. അപ്പൊ ആൾക്കാർ കേൾക്കണത് ഫിഗർ വരുന്നില്ല, സാധനം കേൾക്കണത് എടാ എന്റെ പഴം വിടറാ പഴം. ഓ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അയ്യോ അത് പഴവും പപ്പടമൊക്കെ വെച്ചത് ഇന്ന്. കാരണം ഞാൻ സാധാരണ അങ്ങനെ ഫിഗർ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആള് ഇപ്പൊ അടിപൊളിയാട്ടോ. അത് എന്നാലും ആ മനസ്സിൽ ആ ഡയലോഗ് പോയില്ല, എന്റെ പഴം. അപ്പൊ എന്റെ പഴം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി, പ്രശസ്തനായ ആള് മനസ്സിലായി. മറ്റാരുമല്ല, സുധി കുട്ടി. അദ്ദേഹമാണല്ലോ ഏറ്റവും ദിലീപിന്റെ എന്താണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ C 1 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു.